കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇവർ കണ്ടു മിററിലൂടെ ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിലപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ ബാത്റൂം കയറി ഇവർ കട കടച്ചു. എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹൈ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ വടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റ്, പിന്നെ ആള് മിണ്ടുന്നില്ല. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ സജ്ന, ഫിറോസ് പൂക്കുറ്റി എന്ന് പറയുന്ന 3 പേരുടെ കുൽസിത പ്രവർത്തികൾ എന്ന് പറയേണ്ടി വരും. അവരുടെ വീഡിയോയും അവരുടെ വാക്കുകളെ കേട്ടിട്ട് കുൽസിത പ്രവർത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ കുൽസിത പ്രവർത്തി ഒരാൾ പറയുന്നു, മറ്റൊരാളുടെ കുൽസിത പ്രവർത്തി വേറൊരാൾ പറയുന്നു. അപ്പൊ കുൽസിത പ്രവർത്തികളാണല്ലോ അല്ലെ. അപ്പൊ പിന്നെ അവരുടെ കുൽസിത പ്രവർത്തി എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ കുൽസിത പ്രവർത്തികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ തൽക്കാലത്തേക്ക് പൂക്കുറ്റി എടുത്ത് ഒരു അടുപ്പിന്റെ സൈഡിലോട്ട് വെച്ചേക്കാം. കാരണം അവന് വേവിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവന്റെ സാധനങ്ങൾ പുറത്തു വന്നില്ല. അവൻ പൂക്കുറ്റി അവിടെ നിന്ന് വേവട്ടെ, നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് അടുപ്പിന്ന് പുറത്തിയാളും. അതുവരെ നമുക്ക് വേവിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മളെ സജ്ന ഒരു 3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 മുക്കി. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടെ? 3 മുക്കി. അത് അവരുടെ ആരാധകർ പറഞ്ഞിട്ടായിരിക്കും മുക്കിയിട്ടുള്ളത്. ഫിറോസ് അതേ കണക്ക് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുക്കി. അവന്റെ ആരാധകർ പറഞ്ഞിട്ടായിരിക്കും മുക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ സ്റ്റോറി ഇടുന്നതിൻ്റെ അകത്ത് മറ്റേ മുട്ടായി എറുമ്പരിക്കുന്നു, പ്രൈവസിയാണ് പ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് പ്രൈവസി ഒന്നും അല്ല, അതിന്റെ കുൽസിത പ്രവർത്തികൾ ആരെ എറുമ്പരിച്ചതാണ്. അതാണ് എനിക്ക് തോന്നിയത്. ആ പ്രൈവസി ഇല്ല, ഇതിന്റെ പ്രൈവസി ആയിട്ടല്ല എനിക്ക് തോന്നിയത്. ഇതിന്റെ കുൽസിത പ്രവർത്തികൾ എല്ലാവരും ആ മുട്ടായി ഇങ്ങനെ എറുമ്പരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സജ്ന എന്ന പറഞ്ഞ വീഡിയോയിൽ ഉള്ള ഒരു കേസിനൊക്കെ ഉള്ള പോക്സോ കേസിനൊക്കെ ഉള്ള സാധനങ്ങൾ സജ്ന ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 17 വയസ്സുള്ള പെങ്കൊച്ചിനൊക്കെ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞാണ് സജ്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 2-3 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബിഗ് ബോസിലെ പെണ്ണിനായിട്ട് എന്തോ ബന്ധം, അവൾ ഉടനെ മാപ്പ് പറയണം, അല്ലെന്നുണ്ടെങ്കിൽ പേര് പുറത്തുവിടും. പിന്നെ വേറെ ഏതൊക്കെ പെൺപിള്ളേരുടെ ബന്ധം എന്നൊക്കെയാണ് അവർ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ വിശ്വസിക്കായിരുന്നു. തൊട്ടപ്പുറത്തോട്ട് ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മനസ്സിലായി. സച്ചിനെ പറയുന്നതൊക്കെ അടിമുടി കള്ളമാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ യവൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്തിട്ടുമുണ്ട്. സച്ചിനെ അത് വേറെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ യവൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സജിന അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ അവൻ ഉമ്മ വെച്ചു, അല്ല അവർ ഫ്രഞ്ച് കിസ് ചെയ്തു എന്നാണ് സജ്ജന പറഞ്ഞത്. ഞാൻ സൂര്യജോടി നമ്പർ 1 സൂപ്പർ ജോഡിയാണ്, സൂര്യജോഡിയാണ് പറഞ്ഞത്. നമ്മളുടെ ബഷീർ അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മുടെ ബിഗ് ബോസിലെ നമ്മുടെ ജിഷിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രമോദേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമാണ് സൂര്യജോഡിയാണ്, സൂപ്പർ ജോഡിയാണ്. അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും അതിനൊക്കെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഈ പറഞ്ഞുണ്ടാക്കിയതൊക്കെ കള്ളത്തരാണ്. കാരണം ഇതിനൊന്നും തെളിവ് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ പറയാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പാർട്ടിയിരിക്കുന്നു. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരെ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ആർട്ടിസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈം എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ എക്ടിക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിരിക്കുന്നു. ചിലർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു, അതുപോലെ ചിലർ വന്നു അങ്ങനെ ഓരോ കാര്യം അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്നു പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആൾക്കാരെ കുട്ടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം തോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെ തമാശ നമ്മളെ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിഷിൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ വെളിയിൽ വന്ന് പറയുന്നു തോന്നുന്നു ആ ഇൻസിഡന്റ്. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. ഞാൻ ഇതൊന്നും നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടി കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഈ സൈഡിൽ ഒരു അലമാരി ഇരിക്കണം. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കണം. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കണം. ഇതിനകത്ത് മിറർ ചെയ്യുന്ന നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് നമ്മുടെ കണ്ണാടി മനസ്സിലാവുന്ന കാണുമ്പോൾ കണ്ണാടി ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരെന്ന് പറയുന്നില്ല. അത് ആ ടീമിന് എല്ലാവർക്കും ഈ പുള്ളിക്കാരി ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ അപ്പൊ കേട്ടല്ലോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചേച്ചി പറഞ്ഞതിൽ ആ പെങ്കൊച്ചിപ്പം വന്നിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് കിസ് ഒന്നും ഇവർ അടിച്ചെന്നൊക്കെ പറഞ്ഞ പെങ്കൊച്ചുണ്ടല്ലോ, അത് വന്നിട്ട് പറഞ്ഞു അതിന് ഫ്രഞ്ച് കിസ് ഒന്നും അടിച്ചിട്ടില്ല. അതിന്റെ കൈ പിടിച്ച് യവൻ ഫോഴ്സ്ഫുള്ളി ഉമ്മ വെക്കുകയായിരുന്നു. അതായത് ഇവരെല്ലാവരും അടിച്ച പൂക്കുറ്റിയായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യവൻ ചെയ്തൊരു പ്രവൃത്തിയാണത്. ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് ഈ പെങ്കൊച്ചിന്റെ കൈ പിടിച്ച് യവൻ ഉമ്മ വെച്ചു. അത് സജിന കണ്ടു. സജിന അവനെ ബാത്റൂമിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് എന്തോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സജിന ചിരിച്ച് കളിച്ചാണ് പുറത്തു വന്നതും യവൻ നനഞ്ഞ കോഴിയെ കണക്കാണ് പുറത്തു വന്നത്. അതിൽ നിന്ന് എന്താണ് കൊടുത്തതെന്ന് മനസ്സിലാവും. അതിപ്പോൾ യവൻ തന്നെ പറയണം. ഇപ്പം മുടിയൊക്കെ വളർത്തിയിട്ടേക്കുന്ന കാരണം പാറിപ്പറത്തി പറയാം നമുക്ക്. പാറിപ്പറത്തി പറയണവൻ എന്താണ് സജിന നിന്നെയൊക്കെ തന്നതടാ അന്ന്? കൂമ്പിനിടിച്ച അതാ നിന്റെ
ചിക്കാമണി ഞെരടി കളഞ്ഞ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവൻ നനഞ്ഞ കോഴിയെ കണക്കാണ് വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ പെങ്കൊച്ചു പറഞ്ഞ വോയിസ് ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കാം, നിങ്ങൾ ഫുള്ളമായിട്ട് കേട്ടോളൂ. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലൈവ്. അതില് ഞാനത് യൂട്യൂബിൽ ആവശ്യമായിട്ട് കണ്ടതാണ്. കണ്ട സമയത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാ, സൂര്യ ജോഡി ഒരു സൂപ്പർ ജോഡി, സൂര്യ ജോഡി എന്ന പ്രോഗ്രാമാണ്. കൊറോണ തൊട്ട് മുന്നേ ടെലികാസ്റ്റ് സൂര്യ ടിവിയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമാണ്. അതിൽ വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ആള് ഞാനാണ്. പക്ഷെ എനിക്കും എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് ഈ പേഴ്സണലി ഇവർ രണ്ടുപേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ രണ്ട് വ്യക്തികളെയും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് നല്ലൊരു കപ്പിൾസ് അല്ല എന്നുള്ള രീതിയിലൊരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻസിഡന്റ് ഇപ്പോൾ പറഞ്ഞില്ല, ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ രണ്ടു പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറില്ല. ഈ രണ്ടുപേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ ടയർഡൊക്കെ വേണം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളുടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളിപ്പോ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയർഡ് ആയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യാം. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ, ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ട്. ഞാനും ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടിവിയുടെ ഫ്ലോറിലായിരുന്നു. ചെന്നൈ ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം 2 പേര് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റോട് ഞാൻ ആദ്യം പേര് എടുത്തെടുത്ത് പറയുന്നില്ല. അറിയാതെ എന്റെ വായന പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്ന് പോകാമായിരിക്കാം അതിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിൽ ചില ആൾക്കാർ സീനിയർ, ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിച്ചത്. അതായത് ഇപ്പൊ ഞാനും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റേതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പൊ ഞങ്ങൾ റൂം വെച്ചാൽ ടിൻ ബെഡ് ഉണ്ടായിരുന്നു, ഒരു ബെഡ് അപ്പുറത്ത്, നടുക്കിൽ ടേബിൾ അപ്പുറത്ത്, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ വെക്കാൻ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ല. ഞാനും ഇന്ന് വരെ ഞാൻ ഈ ലഹരി കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല. എന്നിട്ടും ഞങ്ങളുടെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലേക്ക് കഴിഞ്ഞാൽ അത്രയും മലങ്കോലാവുന്ന അവർക്ക് ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ സ്റ്റാറ്റസ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നത്. ഞാൻ എന്തായാലും കള്ളുടിക്കും പരിപാടിയില്ല, എനിക്ക് പാർട്ടിക്കും താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ റൂമിൽ വേണ്ട, നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നുള്ള ഒരു തുടക്കം ഒരു സമയമായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയിൽ ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ഷൂട്ട് ചെയ്യേണ്ടി ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ, അയ്യോ സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ലാട്ടോ, ഇനിയിപ്പോ സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി തയ്ക്കണം. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയുന്നത് എന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയുന്നത്. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലെ ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയുമല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറെ ആളത്ത് ഞാൻ പറയേണ്ടി വന്നിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതെന്ന് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡിൽ പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടീനെ എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കണം എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം, അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണെങ്കിൽ സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയും ചെയ്തായിരുന്നു. നേരത്തെ പറയുമ്പോൾ പറയാം, ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറയുന്നത് ഇവരെന്തൊരു ആട്ടുകട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിൽ ഇട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെ ആയിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല. ഞങ്ങൾ അതിലേക്ക് അത്ര വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇവർ തന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ എന്താണ് പറയാ, ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോൾഡ് ഹസ്ബൻഡ് വൈഫിന്റെ കാര്യം പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗ ജീവി പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയാനുള്ള വോയിസ് ഒന്നും ആയിട്ടില്ല. അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം. ഇവർ അത് പറയട്ടോ, സിസർ വലിക്കുന്നത് ഇവർ റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഇവർ ബാത്റൂമിന്റെ ആയിരുന്നു കേട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാരെ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയാണ് ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ.
ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറിന് ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഇവര് ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്. ഫുൾ പുകയാണ്, നമ്മളൊരു കുടമഞ്ഞ പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലും ഇല്ല, നോർമൽ ഒരു റൂമാണ്. 2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാറിയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്ക് ഒരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയത് തന്നെ മനസ്സിലായി, എനിക്ക് ബാത്റൂം പോകാൻ പറ്റുന്ന അന്തരീക്ഷം അല്ല അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്നും മാറി തരുന്നുമില്ല. അപ്പൊ കള്ള് കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെയല്ല. ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയുക, നമുക്ക് ഒരു ഞാൻ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഈ ഞാനും വിചാരിച്ച് കള്ള് വയറ്റിൽ ചെന്നതിന്റെ കള്ളുപുറത്തുള്ള കിക്കായിരിക്കും വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കള്ള് വയറ്റി ചെന്ന പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനം കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആളെന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധിക്കുക, നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിൽ ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളുമല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു എനിക്ക് ഒരു കുറവ് എന്റേതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിഞ്ഞു നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർമ്മിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല, എനിക്ക് താല്പര്യം പറഞ്ഞു. അപ്പൊ ആളുണ്ട് ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡിൽ ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റു 2 പേര് പേർക്ക് പറയാൻ പറയാതെ പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ 2 പേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതികരിച്ചിട്ട് അവരുമായിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളിനോട് ഇങ്ങനെ എന്താ പറയാ, കിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വിളിക്കൂ, നീ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക, ഷെയ്ക്കിന്റെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മൾ വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് ഇത് ഇപ്പൊ പറയലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ വരെ എക്സ്പീരിയൻസോ നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു കുടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആർട്ടിങ്ങിന്റെ റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവർ നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ല, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മളടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോകും, കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരടുത്ത് ദീപ്തി, ഈ ഹരിണി ഇവരടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇവർ കണ്ടു മിററിലൂടെ ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിലപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താണ് നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നത്. ബാത്റൂം കയറി ഇവർ കട കടച്ചു, എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹായ് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റ്, പിന്നെ ആള് മിണ്ടുന്നില്ല, പോയി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ. അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി, നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവിടെ എന്താ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമിൽ. ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. കാര്യം ആ നേരത്തെ ഇവര് പേടിക്കണ്ടാച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ പറഞ്ഞപ്പോ നീ പേടിക്കണം, ഈ എന്താണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിച്ചു. സാറിന്റെ മകനായിരുന്നു എന്റെ ഡാൻസ് പാർട്ണർ ആയിട്ടുണ്ടായിരുന്നത്. നീ പാട്ട് മിക്സ് ചെയ്യാൻ പുറത്തു പോയിരിക്കായിരുന്നു പെർഫോമൻസിന്റെ.
ഇനി വന്നിട്ട് ഞാൻ പൊതുവെ ആ സമയത്തൊന്നും അത്ര വലിയ രസത്തിലും കൂടിയല്ല എപ്പോഴും ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ ഡാൻസിന്റെ കാര്യത്തിൽ തെറ്റിലും പിടിക്കുന്നത്. പക്ഷെ ഇനി വരെ വന്നിട്ട് നിനക്ക് എന്നൊന്നും വിളിക്കാമെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോ മറ്റേ അവൻ പറഞ്ഞ വാക്കിൽ ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു, ഇവരുടെ പേര് ഞാൻ പറയട്ടെ, കലാ ചേച്ചി പേര് പറഞ്ഞുകൊണ്ട് ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു, അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് ഇത് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ ഞാൻ ജിഷിനേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവർക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങൾ അതിന് എന്താന്ന് പോലും അറിയില്ല. സോറി എന്റെ പേര് ഞാൻ പറഞ്ഞു, സോറി. നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാൻ ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റ് അവർക്കും ഇല്ലാന്നും അവർ എന്നോട് രാവിലെ പറഞ്ഞു. രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്, ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോലി ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കുറെ പേരെ കാര്യം പറഞ്ഞിട്ട് 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അവർ പോക്സോയിൽ പെടുന്ന കാര്യമാണ്. അത് ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയാ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, നാലാമത്തെ മറ്റേ ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞ പെണ്ണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചിങ്ങനെ വന്നു, അയ്യോ ഈ ചേച്ചി ഇത്രയും സഹിച്ചിട്ടാണോ എന്നത് എന്തായാലും പറഞ്ഞു വരുമ്പോഴാണ് ഇതേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേന്റെ ക്രെഡിബിലിറ്റി വരെ പോയി. സത്യത്തിൽ മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും നോണയായിരിക്കും എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയണേ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ എടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി അങ്ങനെ പറയുന്നത് വേണ്ടി ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോൾ കണ്ടിട്ടുണ്ടാവും. ആ ചേച്ചി എന്തുകൊണ്ട് എനിക്ക് റിപ്ലൈ വരുന്നില്ല? അതേമാതിരി ഞങ്ങളുടെ കോർഡിനേറ്റർ ആ വോയിസ് എന്തെങ്കിലും ഇടാം, കോർഡിനേറ്റർ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ്, ആ ചേച്ചി കേട്ടു, ആ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, മനസ്സവാസം എനിക്ക് ഈ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയാണ് ഉണ്ടായത്. ആ ഉൾട്ടേക്കിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പൊലിമ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ആ ചേച്ചിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ ഹസ്ബൻഡ് ആള് ശരിയല്ല, ആള് മിസ്ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാലും ഞാൻ മിണ്ടില്ലായിരുന്നു ഈ കാര്യം സംഭവം സത്യമാണ്. പക്ഷെ അവിടെ ഞാനും കൂടി ഇൻവോൾവ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് സങ്കടവും എനിക്ക് ദേഷ്യവും വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് പറയേണ്ട ആവശ്യം. ഞാൻ അത് കേട്ടോടനെ ഞാൻ കേട്ടോടനെ അർദ്ധരാത്രി ഞാൻ ആദ്യം ഞാൻ വിളിച്ചത് മൂപ്പൻ ചേട്ടനാണ്, ശരത്തേട്ടനാണ്, മൂപ്പൻ സ്ലോഗ്. ആളടുത്ത് ഞാൻ സങ്കടം കുറെ പറഞ്ഞു. ആളെന്നോട് പറഞ്ഞു, നീ അത് പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഒഴിവാക്കിയേക്ക്. കാര്യം അവരുടെ ഒരു യൂണിവേഴ്സ്, എനിക്ക് കേട്ടോ അവരുടെ യൂണിവേഴ്സിനും ഗ്രൂപ്പിൽ കയറാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സായി ചേട്ടനും ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ട് കാര്യങ്ങൾ ആളടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും ആളും എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി അതിൽ എനിക്ക് എന്റേതായ കരിയറും പ്രൊഫഷണലായിട്ട് പോകാൻ എനിക്ക് ഇഷ്ടം. ഇവരുടെ കയറിയിട്ട് റീച്ച് പേരൊന്നും മ്യൂട്ട് ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഈ ചേച്ചിയുടെ പറയുന്ന സോക്കോൾ ഹസ്ബൻഡ് ഡിവോഴ്സ് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ പറയാലോ ഹസ്ബൻഡ് ആണ്, ആ വീഡിയോയിൽ പറയുന്നത് ഡിവോഴ്സ് അല്ലാന്ന്. അപ്പൊ ഈ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് അയച്ചു, ഹസ്ബൻഡ് ബബ്ബ അടിക്കണം എന്നോട്, നിങ്ങൾ ഇനി രണ്ടുപേരും കൂടി റീച്ച് ഉണ്ടാക്കാനാണോ എന്ന്. എനിക്ക് അങ്ങനെ പറയാം, എന്നെ അഭിനയിക്കില്ല കേട്ടോ, എന്നോട് അഭിനയിക്കരുത്, നിങ്ങൾ അഭിനയിച്ചോളൂ, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ചോളൂ, പക്ഷെ എന്റെ അടുത്ത് അഭിനയിക്കരുത് പറഞ്ഞു ഞാൻ. കാര്യം എനിക്ക് ഈ റീച്ച് നിങ്ങളുടെ ഇടയിൽ കിടന്നിട്ടുള്ള ഈ സെപ്റ്റിക് ടാഗിൽ കിടന്നിട്ടുള്ള റീച്ച് എനിക്ക് വേണ്ട. അതേമാതിരി ഈ ചേച്ചിയാണെങ്കിലും ബിഗ് ബോസിലത്തെ ആ സ്ത്രീ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എടുത്ത് വെളിയിലിടും, നിന്നെ അലക്കും എന്ന് പറയുന്നത്. ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല എനിക്ക്. ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണോ എന്ന് അങ്ങനെ തോന്നാനും എനിക്കില്ല. കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലല്ല ആ സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ ഞാൻ കണ്ടു. നമുക്ക് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഞാൻ സായിച്ചേട്ടനോട് ഞാൻ അതാ, ബ്രോനോട് ഞാൻ അതാ പറഞ്ഞത്. അപ്പൊ ആള് ഈ ചേച്ചിക്ക് വിളിച്ചപ്പോ ഈ ചേച്ചിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ കാര്യം ആ ടോപ്പിക്ക് ഞാൻ എടുത്തിടുന്നില്ല. ഇനി അവളായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിവുണ്ട്, എന്റെ കൂടെ സാക്ഷി പറയാൻ 2 ആൾക്കാരുണ്ട്, അവരെ കൊടുന്ന് പറയുമെന്ന് എനിക്കുണ്ട്. ഇതെന്താ കണ്ടത് ഈ പറഞ്ഞ ഈ 2 വ്യക്തികളാണ്, അതേ 2 വ്യക്തികളുടെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഈ പറയുന്ന ജിഷ്ണേട്ടനോ പ്രമോദേട്ടനാണ് ഈ ഇവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജിഷ്ണേട്ടനോടും പ്രമോദേട്ടനോടും ഞാൻ അവൾ സംസാരിച്ചതാണ്. അവർ പറയുന്ന റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഇങ്ങനെ ഈ എന്റെ സംഭവം അവിടെ തക്കതായി കണ്ണുകൊണ്ട് കണ്ട വ്യക്തികളുണ്ട്. ഈ പറഞ്ഞ പോലെ ദീപ്തിയാണെങ്കിലും ഹരിണിയാണെങ്കിലും മറ്റേ കുട്ടിയാണെങ്കിലും കണ്ടതാണ്. കറക്റ്റ് ആയിട്ട് അറിയണതാണ് എന്താ പറയുന്ന കാര്യം. ഞങ്ങൾ ആ റൂമിൽ ഞാൻ വന്ന് കരങ്ങി റൂമിൽ ഒന്ന് വെറുതെ വന്ന് നോക്കി, പാർട്ടി നടക്കുന്ന റൂമിൽ അവിടെ ലിറ്ററലി ഞാൻ പറയുന്നുണ്ടെങ്കിൽ റൂം കിടക്കണ കോലം കാണണം. കള്ളുകുപ്പി വീണ് കിടക്കുന്നു, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു, ഒരു ചായക്കപ്പ് പൊട്ടി, മറ്റേ വെള്ളം കുടിക്കുന്ന 2 ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു. പിന്നെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ മൊത്തം പുക. അവിടെ എന്താ പറയാ, പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂം. ഞാനും മറ്റേ കൊച്ചും കൂടി രാവിലെ പോയ സമയം റൂമിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ഒരു
ഞങ്ങള് ഒന്നാമത് തമിഴ്നാട് ഞങ്ങൾ അവർ പറയും ചെയ്യുന്നത് ഈ ഹോട്ടലത്തെ ആൾക്കാർ ഞങ്ങൾ കീ കൊണ്ടേ കൊടുത്തിട്ട് റൂം ക്ലീൻ ചെയ്യണം പറയുമ്പോൾ ഞങ്ങൾ ഈ മലയാളീസ് ഇങ്ങനെയാണോ എന്ന് തെറ്റിദ്ധരിക്കില്ലേ, നമുക്കൊരു നടക്കട കീ കൊണ്ടേ കൊടുക്കുമ്പോൾ റൂം സർവീസിന്റെ അടുത്ത് റൂം സർവീസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങളുടെ റൂമാണല്ലോ, ഞങ്ങളല്ല അത് ചെയ്തു വെച്ചത്, പക്ഷെ ഞങ്ങളുടെ റൂമാണല്ലോ. അവർ വിചാരിക്കുക ഈ രണ്ട് പെണ്ണുങ്ങളാണ് ഈ കൂത്താടി എന്നല്ല വിചാരിക്കുക. എനിക്കിതൊന്നും പറയാം, ബാക്കിയുള്ളവർക്ക് എന്നോട് ഞാൻ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. കാര്യം എനിക്കിതൊക്കെ പറയേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ്. അവിടെ ബാക്കി എൻജോയ് ചെയ്തവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തല്ല, അതൊക്കെ അവരുടെ എൻജോയ്മെന്റ്. അവർ കള്ളു കുടിക്കുകയെ, അവര് സിഗരറ്റ് വലിക്കുക, അവർ കഞ്ചാവടിക്കുക, എന്താച്ച ചെയ്തോട്ടെ. പക്ഷെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതിൽ കൊണ്ട് ഡ്രാഗ് ചെയ്തിടരുത്. അത് ഈ ചേച്ചിയായിട്ട് ഇപ്പൊ ഇത് വലിച്ചു വാരി എന്റെ വായിൽ നിന്ന് പറയിപ്പിച്ചതാണ്. ഞാൻ വേറെ ആരും ഒന്നും ബ്ലെയിം ചെയ്യാൻ ഒരു കാര്യത്തിൽ വരില്ല. അന്നാണ് നടന്ന സംഭവം പറയുമ്പോൾ എനിക്ക് എല്ലാവരും പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുമല്ലതായി പോകും. അപ്പൊ വോയിസ് ഒക്കെ ഫുൾ ആയിട്ട് കേട്ടല്ലേ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ സജിന കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായത്. ഇനി അവൻ ഉമ്മ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന്റെ കൺസെന്റ് ഇല്ലാതെ അവൻ ഉമ്മ വെച്ചിട്ടുണ്ട്, അത് കയ്യിലാണ് ഉമ്മ വെച്ചത്, അല്ലാതെ ഈ പെങ്കൊച്ച് ഫ്രഞ്ച് കിസ് ഒന്നും അവനായിട്ട് അടിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ആ പെങ്കൊച്ചിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഒരു ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് ഒരാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാലോ. സജിന വന്നിരുന്നിട്ട് ഇവിടേക്ക് കുറച്ച് കരിവാരി തേച്ച് വന്നിരുന്ന് കരഞ്ഞ കണക്കൊക്കെ ആയി വന്നിരുന്നു പറയുന്ന കേൾക്കുമ്പോൾ അതിൽ കുറച്ച് സീരിയൽ നടിയാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലോണം അഭിനയിക്കാൻ പറ്റും. ഇനി സജനയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് അഭിനയിച്ച് ഇതേ കണക്കത്തെ കൂടുതൽ കഥകൾ ഇനിയും പറഞ്ഞുണ്ടാക്കാൻ പറ്റും. പിന്നെ സജന പറഞ്ഞ കഥ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സജന പറഞ്ഞ കഥയുള്ളത് നമ്മുടെ എന്താണ് സിനിമയുടെ പേര് കിങ് ലെയർ സിനിമയിലെ കഥയാണ് സജന പറഞ്ഞത്. ദിലീപും ലാലൊക്കെ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ കിങ് ലെയർ, അതിന്റെ കഥ വളരെ നന്നായിട്ട് സജനയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി എന്നത് ഇത്രയും നല്ലതായിട്ട് വിവരിക്കാൻ പറ്റുന്നത് സജനയ്ക്ക് മാത്രമായിരുന്നു ആ കഥ. ഈ കഥ ഇനി അടുപ്പിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൂക്കുറ്റി പറഞ്ഞു തന്നതാണോ, ഇതേ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത കിട്ടും, അല്ലെങ്കിൽ അവനെതിരെ കൂടുതൽ ആക്രമണം കഴിച്ചു വിടാമെന്നുള്ളത് പൂക്കുറ്റി പറഞ്ഞു തന്നെയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഇതേ കണക്ക് കുറച്ച് വിക്ടിംസ് അപ്പുറത്തുണ്ട്, ഇത് അനുഭവിച്ച കുറച്ച് ആൾക്കാരുണ്ട്, അവർ വന്ന് ഇതേ കണക്ക് ബോൾഡായിട്ട് പറയുമെന്നുള്ളത് സജന ഓർത്തില്ല. സജന വിചാരിച്ച എല്ലാവരും അടിമകളായിട്ട് നിൽക്കും, ഞാൻ വലിയ എന്തോ കൊണാണ്ടറാണ്, അതുകൊണ്ട് എല്ലാവരും എനിക്ക് അടിമകളായിട്ട് നിൽക്കും എന്നൊക്കെ സജനയും കരുതി കാണും. പിന്നെ അപ്പുറത്തെ ഫിറോസ് അണ്ണൻ ഇതൊക്കെ കരുതിയായിരിക്കും ഇരിക്കുന്നത്. അണ്ണൻ ഇപ്പോൾ മുടിയൊക്കെ വളർത്തി കളറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണൻ ഇപ്പോൾ വേറെ എന്തോ യൂണിവേഴ്സിലാണ് അണ്ണൻ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ പറത്തണ്ണാ. എന്തൊക്കെയായിരുന്നു ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കണം. എന്തൊക്കെയാണ് അവൻ്റെയൊക്കെ കൊണയടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഘടനയുടെ എന്തൊക്കെയല്ലേടെ നീ, എന്തോ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, സംഘടനയുടെ എന്തൊക്കെയാണല്ലോ നീ. 17 വയസ്സുള്ള പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്ന് നിങ്ങളുടെ സംഘടനയിലെ ഒരു മെമ്പർ നിങ്ങളുടെ സംഘടനയിലെ വേറൊരു മെമ്പറെ കുറിച്ച് പറയുന്നു. അത് അന്വേഷിക്കാൻ സംഘടന തന്നെ ഒന്ന് മുൻകൈ എടുത്ത് അന്വേഷണത്തിന് ഒരു പോലീസ് കേസായി കൊടുക്കണം. എങ്കിലേ പോലീസുകാർക്ക് ഈ സജനയെന്ന് ചോദ്യമൊക്കെ ചെയ്യണ്ടേ, കാരണം ഉള്ളതാണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സംഘടന എന്തായാലും തനകത്തെ കേസായി കൊണ്ട് കൊടുക്കണം. വെറുതെ എങ്ങനെ മിടുങ്ങസിയാന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയിട്ട് ഇരുന്നാൽ പോരല്ലേ, ഇമാതിരി പോക്കത്തങ്ങൾ കാണിക്കല്ലേ, അതൊക്കെ നമുക്ക് പുറത്തുകൊണ്ട് വരണ്ടേ. അതോ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഘടനയ്ക്ക് ആണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നേരത്തെ ഒരു സംഘടന നമ്മൾ ഉണ്ടാക്കിയിരുന്നല്ലോ അങ്ങനെ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, അതാണെങ്കിൽ ഇത് നടക്കൂല. ഈ സംഘടനയിൽ കുറച്ച് ഫണ്ടടി കുറവാണെന്നാണ് തോന്നുന്നത്. വേറെ ആൾക്കാരെയൊക്കെ വിളിക്കുന്നതാണ് ഫണ്ടൊന്നും അത്ര കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ചില ചേച്ചിമാരൊക്കെ അതിൻ്റെ അകത്ത് ആദ്യമേ ചാടിക്കയറിയിരുന്നു, പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഫണ്ടൊന്നും വരുന്നില്ല എന്നുള്ളത്. നമുക്ക് വേറെ ഈ വീഡിയോ പറയാം. എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് സജന ചേച്ചിയും പിന്നെ ഫിറോസ് അണ്ണനും പിന്നെ അടുപ്പിരിക്കുന്ന പൂക്കുറ്റിയും ഇനി എന്ത് കളികളുമായിട്ടാണ് പുറത്തു വരുന്നതെന്ന് അറിയാം. പിന്നെ ഇവര് വീഡിയോ എല്ലാം മുക്കിയത് ഇവരുടെ ആരാധകർ പറഞ്ഞിട്ടാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ആരാധകർ ഇനിയും പറയും, പല കാര്യങ്ങളും ആരാധകർ ഇനിയും പറയും. അപ്പൊ നമുക്ക് വീണ്ടും വേറെ കുറെ വീഡിയോകളൊക്കെ മുക്കാനുണ്ട്, വരാനുമുണ്ട്, വോയിസുകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും വരട്ടെ. അപ്പോൾ ബൈ.